ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, എനിക്ക് ശേഷം പ്രളയം എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 ജൂൺ 20 നടന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേദപുസ്തകം എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി. മഹാരാജ കേരളവർമ്മയാണ് ഐക്യ കേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയല്ലാത്തവയാണ് ചോദിക്കുന്നത്. സോറി, ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽഡ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി. ഒന്ന്, 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന. അതായത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിജി പറഞ്ഞ പ്രസ്താവനയാണ്. ചമ്പാരൻ സത്യാഗ്രഹം, മൂന്നാമത്തെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നിവ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ എ. മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ആ ഉപഗ്രഹം? ആൻസർ ഓപ്ഷൻ എ. ഇൻസാറ്റ് 3DS. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി. സ്റ്റീരിയോസ്കോപ്പ്. ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളാണ് സ്റ്റീരിയോ പെയർ. ഒരു സ്റ്റീരിയോ പെയറിനെ സ്റ്റീരിയോസ്കോപ്പിലൂടെ വീക്ഷിക്കുമ്പോൾ ലഭ്യമാകുന്ന ത്രിമാന ദൃശ്യമാണ് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ആൻസർ ഓപ്ഷൻ എ. കോണ്ടൂർ. ഐസോഹെയ്ലിൻ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ഒരേ ലവണാംശമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് ഐസോഹാലൈൻ എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഡോഡ ബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ആൻസർ ഓപ്ഷൻ ഡി. നീലഗിരി കുന്ന്. മൗണ്ട് ഗുരുശിഖർ സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരമാണ് ആരവല്ലി. പത്താമത്തെ ക്വസ്റ്റ്യൻ ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ആൻസർ ഓപ്ഷൻ സി. കൊൽക്കത്ത. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ആൻസർ ഓപ്ഷൻ എ. ചിന്നാർ. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ
ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം? ആൻസർ ഓപ്ഷൻ ഡി മനു ഫക്കാർ. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആണ് കർണം മല്ലേശ്വരി. ഒളിമ്പിക്സ് വനിതാ ബോക്സിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മേരി കോം. ഒളിമ്പിക്സ് വനിതാ ബാഡ്മിന്റൺ മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് സൈന നെഹ്വാൾ. 13ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ രണ്ട് മാത്രമാണ് ബന്ധമല്ലാത്ത പ്രസ്താവന. 1, 3, 4 എന്നിവ ബന്ധമായ പ്രസ്താവനകളാണ്. 1 മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. 3 വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4 വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇവ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. വ്യവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 14ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? PSC ക്യാൻസൽഡ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തുന്നതിലാണ് ഉദാരവൽക്കരണം എന്നറിയപ്പെടുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 എന്നീ പ്രസ്താവനകൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1 ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2 ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ 1ാം സ്ഥാനം. 19ാമത്തെ ക്വസ്റ്റ്യൻ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ എ 7ാമത്തെ പട്ടികയിൽ. ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 246. ലിസ്റ്റുകൾ 3 തരമുണ്ട്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ 100 വിഷയങ്ങളും സ്റ്റേറ്റ് ലിസ്റ്റിൽ 61 വിഷയങ്ങളും കൺകറന്റ് ലിസ്റ്റിൽ 52 വിഷയങ്ങളുമാണ് ഉൾപ്പെടുന്നത്.
ഇവയിലൊന്നും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശിഷ്ടാധികാരങ്ങൾ എന്നറിയപ്പെടുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 3, യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും രാഷ്ട്രപതി നിയമിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. UPSC അംഗങ്ങളുടെ കാലാവധി എന്നറിയപ്പെടുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3 ശരിയാണ്. 1, 1951 രൂപം കൊണ്ട ആദ്യ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ KC നിയോഗി ആയിരുന്നു. 2, ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. 3, അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 280 ആണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 4 ശരിയാണ്. 1, 1993 രൂപീകൃതമായി. 2, 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. 4, കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഓഗസ്റ്റ് 14-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ശ്രീ നരേന്ദ്രമോദി. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീ കിഷോർ മക്വാന. 27ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത? ആൻസർ ഓപ്ഷൻ ബി, പത്മ രാമചന്ദ്രൻ. കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ജ്യോതി വെങ്കടാചലമാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ മലയാളി അന്ന ചാണ്ടി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത അൽഫോൻസാമ്മ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരള ഗവൺമെന്റിന്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി, തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തട ദിനം എന്നറിയപ്പെടുന്നത് ഫെബ്രുവരി 2. ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് സുന്ദർബൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ, വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏത് ആകുന്നു? ആൻസർ ഓപ്ഷൻ സി, ഷാബാനു കേസ്. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സുപ്രീം കോടതി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് ആധാരമായ കേസാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇന്ത്യൻ ബലാത്സംഗ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ആസ്പദമായ കേസാണ് മധുര കേസ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി.
സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 17 അനുസരിച്ചാണ് രൂപം കൊണ്ട സ്ഥാപനമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇതിലെ അംഗങ്ങൾ 10 ഇതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ വിവിധതരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാതോർത്ത് പദ്ധതി. വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും പുനർവിവാഹത്തിന് നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് മംഗല്യ പദ്ധതി. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. ആൻസർ ഓപ്ഷൻ സി, പി സതീദേവി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണാണ് KC റോസക്കുട്ടി. 34ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, 3ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പൊ ശരിയായവ 1ഉം 2ഉമാണ്. 1, സെറിബെല്ലം ശരീരത്തിലെ തുലന നില പാലിക്കുന്നു. 2, സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. ഇതിൽ ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കറ്റയുമാണ്. തിരിച്ചാണ് തന്നിരിക്കുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉമാണ് ശരിയായവ. 1, ജീവകം എ നിശാന്തത. 4, ജീവകം ഡി റിക്കറ്റ്സ്. അതുപോലെ തെറ്റായിട്ടുള്ളതാണ് B1. B1ന്റെ തന്നിരിക്കുന്ന അനീമിയാണ്. പക്ഷെ ശരിയായ ഉത്തരം ബെറിബെറിയാണ്. B1 ബെറിബെറി, B9 അനീമിയ എന്നുള്ളതാണ് ശരിയായത്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഹാൻഡ് ഫ്രൂട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രമാണ് ശരിയായത്. 2 വൈറസ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണുവാണ് വൈറസ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 4 മാത്രം. അതായത് ഉയർന്ന രക്തസമ്മർദ്ദം എന്നുള്ളത് പുകവലി മൂലമല്ല ഉണ്ടാകുന്നത്. ബാക്കി 3ഉം ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്നിവ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ വരിക്കുന്ന ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. എലിപ്പനി, ഡിപ്തീരിയ ഇവയാണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ. 39ാമത്തെ ക്വസ്റ്റ്യൻ, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക്സ് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. അതായത് നയനാമൃതം പദ്ധതി. കേൾവിശക്തി കുറഞ്ഞവർക്ക് ശ്രവണ സഹായ ഉപകരണ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രുതിമധുരം. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസിക ഉല്ലാസം എന്നിവ ലക്ഷ്യമാക്കി പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ ചൈൽഡ് കെയർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് പാരാമീറ്റർ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രിസിപ്പിറ്റേഷൻ ഇൻഡെക്സ്? ആൻസർ ഓപ്ഷൻ ഡി, 2 മാത്രം. അതായത് വരൾച്ച.
വരൾച്ച. 41ാമത്തെ ക്വസ്റ്റ്യൻ. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്താണ്? ആൻസർ ഓപ്ഷൻ എ 2, അതായത് IIT ബോംബെ. 42ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. 900 ഗ്രാം പിണ്ഡം വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് പിക്കും 450 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. 150 ഗ്രാം പിണ്ഡം മാസ് വരുന്ന സീൽ ചെയ്ത വാട്ടർ പ്രൂഫ് പാക്കറ്റ് ക്യൂവിനും 300 സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുണ്ട്. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³ ആണ്. ഈ രണ്ട് പാക്കറ്റുകളും ജലത്തിൽ ഇട്ടാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. പിയും ക്യൂബും മുങ്ങിക്കിടക്കും എന്നുള്ളതാണ് ആൻസർ. സാന്ദ്രത കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് മാസ് ബൈ വ്യാപ്തം. സാന്ദ്രത കൂടിയ വസ്തുക്കൾ ജലത്തിൽ മുങ്ങിക്കിടക്കും, സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. താഴെ പറയുന്ന 43ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശബ്ദത്തിന്റെ കോശം മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ശബ്ദത്തിന്റെ തീവ്രത മനുഷ്യന്റെ കാതുകളുടെ സംവേദനക്ഷമതയെ ആശ്രയിക്കുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന ശബ്ദത്തിന്റെ കോശം ഒരു ഭൗതിക അളവായി അളക്കാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ പ്രസ്താവന ശബ്ദത്തിന്റെ തീവ്രത ഒരു ഭൗതിക അളവായി അളക്കാൻ കഴിയില്ല. മുകളിലെ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ ഏതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് പ്രഭവ കേന്ദ്രത്തിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദ തരംഗം താഴെ പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇൻഫ്രാസൗണ്ട്. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ എന്ന സംഘടന പ്രകാശ മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഈ സംഘടന ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് ദിവസം. 46ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഭൗതികശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ? ആൻസർ ഓപ്ഷൻ സി പിയറി അഗോസ്റ്റിനി, ഫെറിക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. 47ാമത്തെ ക്വസ്റ്റ്യൻ. PSC ക്യാൻസൽഡ് ആണ്. 48ഉം ക്യാൻസൽഡ് ആണ്. 49. രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി 7.4. pH മൂല്യം 7ന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ആൽക്കലിയും pH മൂല്യം 7ന് താഴെ വരുന്ന പദാർത്ഥങ്ങൾ ആസിഡും എന്ന് അറിയപ്പെടുന്നു. 50ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ രാസമാറ്റം ഏതിൽ സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി 3ഉം 4ഉം. 3 ഇരുമ്പ് തുരുമ്പിക്കുന്നത്, 4 മുട്ട തിളയ്ക്കുന്നത്. ഇതാണ് രാസമാറ്റത്തിന് വരുന്നത്.